ഒരു കാരണവശാലും ഒരു ഡോക്ടർക്കെതിരെയുമുള്ള അക്രമം പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല. നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം കയ്യേറ്റങ്ങളെ ഒരു കാരണവശാലും അനുകൂലിക്കുന്ന പ്രശ്നമില്ല. ഈ പെരിന്തൽമണ്ണയിലെ ആരോഗ്യ പ്രവർത്തകരെ കുറിച്ച് താങ്കൾ എപ്പോഴും പറയാറുണ്ട്. അവർക്ക് വേണ്ടി താങ്കൾ അന്ന് ആ കോവിഡ് കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡോക്ടർമാരും എല്ലാവരും ഉൾപ്പെടെ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ഡോക്ടർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അവർ വലിയ പ്രതിഷേധത്തിലാണ് OP ഒക്കെ ബഹിഷ്കരിച്ച്, സ്വകാര്യ ആശുപത്രികളിൽ വരെ OP ബഹിഷ്കരിച്ചപ്പോൾ ഇത്തരം ആക്രമണങ്ങളെ ചെറുത്തേ പറ്റൂ എന്ന തരത്തിലാണ് അവർ പറയുന്നത്. MLA എന്ന നിലക്ക്, MLA ഇപ്പോഴും താങ്കൾ ഇവിടുത്തെ ജനപ്രതി എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താ പറയുന്നത്? ഒരു കാരണവശാലും ഒരു ഡോക്ടർക്കെതിരെയുമുള്ള അക്രമം പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റൂല. നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം കയ്യേറ്റങ്ങളെ ഒരു കാരണവശാലും അനുകൂലിക്കുന്ന പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ വെറും ഡോക്ടർമാർ മാത്രമല്ല, ഒരുപാട് ഡോക്ടർമാർ സാമൂഹ്യ പ്രവർത്തകരാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ ഒരു കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ നാടിനെ നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ നോക്കൂ, ഒരു രോഗിക്ക് അത്യാസന്ന നിലയിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ ഒരു നെഗ്ലിജൻസ് ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ അതിന് നിയമപരമായി സമീപിക്കാവുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഈ നാട്ടിൽ എന്തെല്ലാം നിയമ സംവിധാനങ്ങളും നിയമ വ്യവസ്ഥതയുണ്ട്. ആ നിയമവ്യവസ്ഥയിലേക്ക് ആർക്കും പോകാവുന്നതാണ്. നമുക്കൊക്കെ ഇമോഷൻസ് ഉണ്ടാവും, നമുക്കൊക്കെ ഇമോഷനിലാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. വീട്ടിലൊരു മരണം, ഒരു വളരെ ആകസ്മികമായ മരണം ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ അക്രമം അതിൻ്റെ ഒരു വഴിയായി നമ്മളെല്ലാവരും അങ്ങോട്ട് തിരഞ്ഞെടുത്താൽ പിന്നെ ഈ നാട്ടിലെ ഡോക്ടർമാർക്ക് നമ്മളെ ചികിത്സിക്കാൻ പറ്റുമോ? ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് അവർക്ക് ധൈര്യം കൊടുക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. എന്തായാലും IMA ഭാരവാഹികൾ പറഞ്ഞതുപോലെ അവർ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ വെച്ചുപുറപ്പിക്കുന്ന സംസ്ഥാന തലത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക്. ഏതായാലും നജീബ് കാന്തപുരം അദ്ദേഹം ഇപ്പോഴും ജനപ്രതിനിധിയാണ്. അദ്ദേഹം കൂടി ഒരു ഉറപ്പ് തരുന്നുണ്ട് ഡോക്ടർമാർക്ക്, IMA ഭാരവാഹികൾക്ക് അവർ നടത്തുന്ന ഏത് പ്രതിഷേധങ്ങൾക്കും അവരുടെ ഏത് സംഭവങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന അതൊരു വലിയ ഉറപ്പാണ്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.